കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു മുന്തിരി വൈനാണ് എടുക്കുന്നത്. സാധാരണ എല്ലാവരും 21 ദിവസം കൊണ്ടാണ് മുന്തിരി വൈൻ എടുക്കുന്നത്. ഞാനിത് 2 ആഴ്ച കൊണ്ട് മുന്തിരി വൈൻ എടുക്കുകയാണ്. നല്ല അടിപൊളിയായ ഒരു മുന്തിരി വൈൻ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ കറുത്ത മുന്തിരിങ്ങയാണ്. ഇത് കുരുവുള്ള മുന്തിരിങ്ങയാണ്. ഇത് വെള്ളം തിളപ്പിച്ച് ചെറു ചൂടിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് 2 മണിക്കൂർ വെച്ചതിന് ശേഷം 4 പ്രാവശ്യം ചെറു ചൂടുവെള്ളത്തിൽ തന്നെ കഴുകിയെടുത്ത് തോർത്തി വെച്ചിരിക്കുന്നതാണിത്. ഒട്ടും വെള്ളമയം പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് ചെറു ചൂടുവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കണം. പഞ്ചസാര, ഇത് 1 കിലോ 200 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 800 ഗ്രാം പഞ്ചസാര വീതം വേണം. ഞാനിവിടെ ഗോതമ്പ് നുറുക്കാണ് എടുത്തിരിക്കുന്നത്. സാധാരണ എല്ലാവരും വലിയ ഗോതമ്പാണ് എടുക്കുന്നത്. ഇത് ഇങ്ങനെ ഈ ഗോതമ്പ് നുറുക്കിട്ട് കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൊണ്ട് നമുക്കിത് വൈനാക്കി എടുക്കാം. ഇത് സൂചി ഗോതമ്പിൻ്റെ നുറുക്കാണ് 30 ഗ്രാം എടുത്തിരിക്കുന്നത്. ഇത് 30 ഗ്രാം ഞാൻ തൂക്കി വെച്ചിരിക്കുന്നതാണ്. ടേബിൾ സ്പൂൺ കണക്കാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ നിറച്ച്. 1/4 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. വലിയ ഈസ്റ്റ് ആണെങ്കിലും 1/4 ടീസ്പൂൺ മതി. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന സ്പൈസസ് ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, ഇത് എല്ലാം കൂടെ 15 ഗ്രാമാണ്. 1 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു. ഇത് ചെറിയ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഇത്രയും വന്നത്. വലിയ സ്റ്റിക്ക് എടുക്കുകയാണെങ്കിൽ 1.5 സ്റ്റിക്ക് മതി. കളറിന് വേണ്ടി ഞാൻ പഞ്ചസാര കരിച്ചല്ല ചേർക്കുന്നത്. ബീറ്റ്റൂട്ടിൻ്റെ പകുതി എടുത്ത് ഇത് കേറ്റ് ചെയ്ത് തിളപ്പിച്ച് ആ വെള്ളമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബീറ്റ്റൂട്ടിൻ്റെ പകുതി എടുത്തിരിക്കുന്നത്. തിളപ്പിച്ചാറിച്ച വെള്ളം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 ലിറ്ററാണ്. Cook with Sophie, sharing 40 years experience. ആദ്യം നമുക്ക് ബീറ്റ്റൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 3-4 തിള തിളച്ചാൽ മതി, ഒത്തിരി വെന്ത് പോകണ്ട. അത് കഴിഞ്ഞത് അരിച്ചെടുക്കാനുള്ളതാണ്. ഇത് ബീറ്റ്റൂട്ട് ഞാൻ വേകാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ സ്പൈസസ് ഒന്ന് ചതച്ചെടുക്കണം, പൊടിഞ്ഞു പോകണ്ട. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതുപോലെ ഒന്ന് ചതച്ച് പൊട്ടിച്ചെടുത്തതേ ഉള്ളൂ. ഇങ്ങനെ എടുത്താൽ മതി, പൊടിഞ്ഞു പോകരുത്. ഇപ്പം ബീറ്റ്റൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് കളർ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്തിടാം. ഇനി ഇത് തണുത്തതിന് ശേഷം അരിച്ചെടുക്കണം. ഞാൻ ഇതുപോലത്തെ ഒരു ഭരണിയിലാണ് വൈൻ ഉണ്ടാക്കാനായിട്ട് വെക്കുന്നത്. ഈ ഭരണി തിളച്ച വെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. അങ്ങനെ തന്നെ ചെയ്യണം. ഒട്ടും വെള്ളമയം ഇല്ലാതെ നല്ലവണ്ണം തൂത്തെടുക്കണം. സാധാരണ വൈൻ കെട്ടിവെച്ചാൽ 21ാമത്തെ ദിവസമാണ് വൈൻ എടുക്കാറ്. ഞാനിത് 14ാമത്തെ ദിവസം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മുന്തിരിങ്ങ ഒന്ന് ഉടച്ചാണ് ചേർക്കുന്നത്. കുറേശ്ശെ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ഉടച്ചെടുക്കണം, അരഞ്ഞു പോകരുത്. അതങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ ഈ മുന്തിരിങ്ങ ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാം ഉടയണമെന്നില്ല, ഇത് കുറച്ച് ഉടഞ്ഞാൽ മതി. എല്ലാം ഉടയാൻ നിന്നാൽ ഇത് അരഞ്ഞു പോകും. അപ്പം നമ്മൾ ഈ ക്രഷ് ചെയ്ത മുന്തിരിങ്ങ ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് ഒറ്റ പ്രാവശ്യം തിരിച്ചതേ ഉള്ളൂ, അത്രേ തിരിക്കാവുള്ളൂ മിക്സിയിൽ. ഇനി നമുക്ക് ബാക്കിയും ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തുകൊണ്ട് വരാം. ഇപ്പം മുഴുവൻ മുന്തിരിങ്ങയും ഇതുപോലെ ഉടച്ച് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുവാണ്. ഇപ്പം നമ്മൾ മുന്തിരിങ്ങ മുഴുവൻ ക്രഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര മുഴുവൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഈസ്റ്റ്, ഇത്
പൊങ്ങാൻ വെക്കുമൊന്നും വേണ്ട, ഡ്രൈഡ് ഈസ്റ്റാണ്, അത് പെട്ടെന്ന് പൊങ്ങി വന്നോളും. അതുകൊണ്ട് അത് തന്നെ അങ്ങോട്ട് ചേർക്കാം. ഇനി സ്പൈസസ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സ്പൈസസ് ചേർക്കാം. അപ്പം ഈ സ്പൈസസ് മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് വേവിച്ച വെള്ളം അത് അരിച്ച് ചേർക്കാം. ഇനി നമുക്ക് തിളപ്പിച്ചരച്ച 3/4 ലിറ്റർ വെള്ളം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഗോതമ്പ് നുറുക്കാണ് ചേർക്കുന്നത്. ഇത് സൂചി ഗോതമ്പിൻ്റെ നുറുക്കാണ്. ഇത് വെറുതെ ഇടുവല്ല, ഒരു കിഴി കെട്ടി അതിൽ അങ്ങനെയാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനി നമുക്ക് അത് കിഴി കെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി ആയിരിക്കണം. ഇതുപോലെ ഞാൻ അതിൻ്റെ ഒരു അറ്റം കൊണ്ട് തന്നെയാണ് വലിച്ച് മുറുക്ക കെട്ടണം. അല്പം അയച്ചിട്ട് കെട്ട് മുറുക്കയായിരിക്കണം. ഇതുപോലെ അല്പം ലൂസായിട്ട് കിടക്കണം. കെട്ട് നന്നായിട്ട് മുറുക്കി കെട്ടണം. ഇനി നമുക്ക് ഈ മുന്തിരിക്കൂട്ടൊന്ന് ഇളക്കാം. അതിനൊരു തടിത്തവിയെ ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ തടി അങ്ങനെയുള്ള വസ്തു മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാവുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നമ്മൾ ഏത് ഭരണിയിലിടുന്നോ അതിൻ്റെ 3/4 ഭാഗമേ ഇത് വരാവുള്ളൂ. അത് താഴെ ആയാലും കുഴപ്പമില്ല, മുകളിലോട്ട് വരരുത്. വായുസഞ്ചാരത്തിനുള്ള ഇട കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കിഴി കെട്ടി വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് താത്തിയിടാം. എനിക്ക് ഇതിൻ്റെ അടപ്പ് പിരിയടപ്പാണ്, പക്ഷേ ഇത് പിരിച്ചടക്കരുത്. അല്പം വെറുതെ അങ്ങ് വെക്കുകയേ ചെയ്യാവുള്ളൂ. ഇതിൻ്റെ മീതെ ഇനി ഒരു കോട്ടൺ തുണി 2-3 മടക്കായിട്ടിട്ട് ഒന്ന് കെട്ടിവെക്കണം. ഞാനിവിടെ ഒരു 3-4 മടക്കിട്ടിട്ടുണ്ട്. നമ്മളിപ്പം കോട്ടൺ തുണി വെച്ച് നല്ല ഭദ്രമായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 15ാമത്തെ ദിവസം ഇത് വൈനായി വരുള്ളൂ. അതിന് മുമ്പ് 1 ദിവസം ഏതെങ്കിലും ഒരു സമയത്ത്, അതായത് 1 ദിവസം ഇളക്കുന്നതെല്ലാം ഒരേ സമയത്തായിരിക്കണം. അപ്പം വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം, രാവിലെ ആണെങ്കിൽ രാവിലെ എടുത്ത് തടിത്തവി കൊണ്ട് തന്നെ ഇളക്കണം. പിന്നെ തവിയിൽ വെള്ളമയം കാണരുത്. അങ്ങനെ ഇളക്കി ഒരു വശത്തോട്ട് തന്നെ ഇളക്കാവുള്ളൂ. ഇനി ഇത് ഇരുട്ടത്താണ് വെക്കേണ്ടത്. സൂര്യപ്രകാശമോ നമ്മുടെ ലൈറ്റിൻ്റെ വെളിച്ചമോ കൊള്ളാതെ ഇരുട്ടത്ത് വെക്കണം. നമ്മുടെ വൈൻ കെട്ടിവെച്ചിട്ട് ഇന്ന് 15 ദിവസമായി. 14 ദിവസം കെട്ടിവെക്കുകയും 15ാമത്തെ ദിവസം ഇത് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിത് 1 ദിവസങ്ങളിൽ തടിത്തവി കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതെടുക്കുമ്പം കുലുക്കാതെ അതിൻ്റെ മേളിൽ നിന്ന് കുറേ തെളി ഊറ്റി മാറ്റണം. ഇത് നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് മൂടി കെട്ടി വെച്ചിരുന്നതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വൈൻ. ഇപ്പം ഇനി അതിൽ നിന്ന് നമ്മൾ ആദ്യമേ അതിൻ്റെ അകത്ത് ഒരു സൂചി ഗോതമ്പ് കെട്ടിയിട്ടിരുന്നല്ലോ, അതിങ്ങോട്ട് എടുത്ത് മാറ്റണം. ഇതാണ് നമ്മൾ തുണിയിൽ കെട്ടിയിട്ടിരുന്ന സൂചി ഗോതമ്പ്, അതെടുത്ത് മാറ്റാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ഒരു വെള്ള കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു തോർത്തോ എടുക്കാം. തോർത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീലം പിഴിയാത്ത തോർത്തായിരിക്കണം. ഞാനിവിടെ ഒരു തോർത്താണ് ഇടുന്നത്. ഇത് കണ്ണകലം ഉള്ളതല്ല, കണ്ണടുപ്പം ഉള്ളതായതുകൊണ്ട് ഒറ്റ ലെയറാണ് ഇടുന്നത്. നമുക്കിതിൻ്റെ മേളിൽ നിന്ന് കുറേശ്ശെ കലങ്ങാതെ കുറച്ച് എടുത്ത് മാറ്റാം. ഇതാണ് നമ്മുടെ വൈൻ. ഇതുപോലെ അടിയിൽ നിന്നല്ലാതെ മേൽഭാഗം കൊണ്ട് തന്നെ എടുക്കണം. ഇങ്ങനെ ഈ കലങ്ങാതെ എടുത്താൽ നമുക്ക് ഇന്ന് തന്നെ ഇത് ഉപയോഗിക്കാം. ഭരണിയൊക്കെ ഒരല്പം ചെരിച്ച് പിടിച്ച് കലങ്ങാതെ വേണം ആദ്യമേ കോരിയെടുക്കാൻ.
ഇത് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് കോരി എടുത്തിട്ടുണ്ട്. ബാക്കി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ തോർത്ത് കൂട്ടി പിടിച്ച് ഇങ്ങനെ പിടിച്ചാൽ മതി, ഞെക്കി പിഴിഞ്ഞെടുക്കരുത്. ഇതിൽ നിന്ന് വീഴുന്നത് കിട്ടിയാൽ മതി. അങ്ങനെ ഇതിപ്പം കുറച്ച് നമ്മൾ വൈനിന് മുകളിൽ നിന്ന് കുറച്ചെടുത്ത് അരിച്ചെടുത്തതാണിത്. ഇത് ഞെക്കി പിഴിയരുത്, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇങ്ങനെ വീഴുന്നത് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒത്തിരി കലങ്ങിപ്പോകും. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമ്മുടെ നല്ല വൈൻ, അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ പിഴിഞ്ഞ തോർത്തിലേക്ക് തന്നെ ആദ്യം പിഴിഞ്ഞതിന് വേസ്റ്റ് ഇതിൻ്റെ അകത്തുണ്ട്, അതിലേക്ക് തന്നെ നമുക്ക് ബാക്കി ഇനി ഒഴിക്കാം. ഇനി നമുക്കിത് ഇതിൽ നിന്ന് കുറച്ചേറെ അങ്ങോട്ട് ഒഴിച്ച് വെക്കാം. ഇത് നമുക്ക് ഈ പാത്രത്തിൽ ഇത്ര ആയതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ വേണം ഇത് പിഴിഞ്ഞെടുക്കാൻ. അതായത് ഇങ്ങനെ മേളിൽ ഇങ്ങനെ മുറുക്ക നമ്മൾ പിടിച്ചാൽ മതി, അല്ലാതെ ഇത് ജ്യൂസ് എടുക്കുന്ന പോലെ ഞെക്കി പിഴിഞ്ഞെടുക്കരുത്. ഇങ്ങനെ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും ഇതിനടിയിൽ കൂടെ വീഴുന്നത് അത്രയും മാത്രം. ഇത് എന്തോരം ഉണ്ടോ അത്രയും ഇങ്ങനെ പ്രഷർ കൊടുത്ത് തന്നെ വീഴിക്കണം. ഇങ്ങനെ കുറേ സമയം നമ്മൾ പിടിച്ചുകൊണ്ട് നിൽക്കണം. നമ്മുടെ മുന്തിരി വൈൻ റെഡിയായി. നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഏറ്റവും മേളിൽ നിന്ന് കുറച്ച് കലങ്ങാതെ അരിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. ബാക്കിയുള്ളത് അല്പം നമ്മൾ കോരിയെടുക്കുമ്പോൾ അല്പം മട്ട് വന്നിട്ടുണ്ട്, അത് തോർത്തിൽ അരിച്ചെടുത്ത് വെച്ചതാണ്. ഇത് ഒരു ചില്ല് കുപ്പിയിലടച്ച് 2 ദിവസം അടച്ച് വെച്ചിട്ട് 3-ാമത്തെ ദിവസം നമുക്കിത് ഉപയോഗിക്കാം. അന്നേരം എടുക്കുമ്പോഴും കുപ്പി അനക്കാതെ എടുക്കണം. ഇത് നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി നമുക്കിത് കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം. ഒഴിക്കുന്ന കുപ്പിയുടെ 1/4 ഭാഗമേ ഇത് ഒഴിക്കാവുള്ളൂ. ബാക്കി നമുക്ക് വേറൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം. നമ്മുടെ മുന്തിരി വൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഈ ക്രിസ്മസിന് ഇങ്ങനെ ഒരു വൈൻ എല്ലാവരും ഉണ്ടാക്കി കുടിക്കണം. ഇപ്പം തയ്യാറായിരിക്കുന്ന ഈ വൈൻ ഒരു വൈൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുവാണ്. നമ്മുടെ മുന്തിരി വൈൻ സെർവ് ചെയ്യാൻ തയ്യാറായി. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.